കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസം സെൻ്ററാണ് തളിപ്പറമ്പിനടുത്തുള്ള വെള്ളിക്കീൽ എന്ന സ്ഥലത്തെ ഇക്കോ ടൂറിസം സെൻ്റർ. പ്രകൃതിയുടെ വഴിഞ്ഞൊഴുകുന്ന സൗന്ദര്യവും പുഴയുടെ വശ്യ മനോഹാരിതയും ചേർന്ന് വളരെ സുന്ദരമായ ഒരു അനുഭവമാണ് ഈ സ്ഥലം പ്രദാനം ചെയ്യുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം പ്രവർത്തനത്തിന് ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇക്കോ ടൂറിസം സെൻ്റർ രൂപീകരിച്ചിട്ടുള്ളത്. പുഴയെയും പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളെയും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാതെ പുഴയുടെ ആവാസ വ്യവസ്ഥയെയും പുഴയിലെ മീനുകളെയും അവിടെയുള്ള പക്ഷിജാലങ്ങളെയും കണ്ടൽക്കാടുകളെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള ഒരു ടൂറിസം രീതിയാണ് ഇക്കോ ടൂറിസം എന്ന രീതിയിൽ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നടപ്പാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായി DTPC ആണ് ഇത്തരത്തിലുള്ള ഇക്കോ ടൂറിസം രൂപകൽപ്പന ചെയ്ത് വെള്ളിക്കീലിൽ നടപ്പാക്കി വരുന്നത്. അത്തരത്തിൽ മനോഹരമായ കണ്ടൽക്കാടുകളുടെ സൗന്ദര്യം പച്ചപ്പ് ആസ്വദിക്കുന്നതിനും പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും നിരവധി യാത്രക്കാരാണ്, ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതുകൂടാതെ കേരള ഗവൺമെൻറ് തളിപ്പറമ്പ് MLA ആയ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം വെള്ളിക്കീൽ ഇക്കോ ടൂറിസം പദ്ധതി കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് സർക്കാരിൽ നിന്ന് വലിയ തോതിൽ തുക അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. വലിയ ഉയർന്ന ടവർ രൂപീകരിച്ച് അതിൻ്റെ മുകളിലൂടെയുള്ള ഗ്ലാസ് പാലവും സഞ്ചാരികൾക്കുള്ള മനോഹരമായ പ്രത്യേകം നടപ്പാതയും സൈക്കിൾ യാത്രക്കാർക്കുള്ള പ്രത്യേക പാതയും ടൂറിസ്റ്റുകളായ ആളുകൾക്ക് വിനോദത്തിന് വേണ്ടി ചൂണ്ടയിടുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കി കൂടുതൽ സുന്ദരവും മനോഹരവുമാക്കാനുള്ള പദ്ധതികൾക്കാണ് കേരള ഗവൺമെൻറ്റും ടൂറിസം വകുപ്പും രൂപം നൽകിയിട്ടുള്ളത്. അതോടുകൂടി ഈ പ്രദേശത്ത് കൂടുതൽ യാത്രക്കാരും ടൂറിസ്റ്റുകളും എത്തിച്ചേരുമെന്നും കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും കഴിയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.